ഹായ് ഹലോ ഡിയേഴ്സ് ഫോറസ്റ്റ് നൈറ്റീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കഴിഞ്ഞ 2 പാർട്ടും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചെയ്യുന്ന കാര്യം മനസ്സിലാവത്തുള്ളൂ കേട്ടോ. അപ്പം ഇത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ വെട്ടിവെച്ച ജോയിൻറ്റുകളെല്ലാം കുഞ്ഞു കുഞ്ഞു പീസുകളെല്ലാം ജോയിൻറ്റ് ചെയ്തെടുത്തു. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബാക്ക് നെക്കിൻ്റെ പാർട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ബാക്ക് നെക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പം നമ്മൾ ഈ മാറ്റി വെച്ചിരുന്ന പീസുകളിൽ നമ്മൾ നെക്കിന് ക്രോസ് അടിക്കുന്ന പീസ് കാണുന്നില്ല. കാരണം എൻ്റെ കയ്യിലെ ഫാൾട്ട് തന്നെയാണ് കേട്ടോ. അത് നമ്മൾ തുണി അന്നേരം തയ്ച്ചിട്ട് ഞാനത് മെഷീൻ്റെ പുറത്ത് വെച്ചിട്ട് അങ്ങ് പോവുകയും ചെയ്തു കേട്ടോ. ക്ലീൻ ചെയ്യാൻ വന്നത് മോനാണ്. മിക്കവാറും ബുക്കൊക്കെ എടുത്ത വഴിക്ക് ഇത് പോയതായിരിക്കും. അപ്പം ഇതേപോലെ ഒരു കഴുത്തിൻ്റെ വീതി വന്നിട്ട് ഒരു 2.25 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നീളം 3.5 ഇഞ്ചാണ് എടുത്തേക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതേപോലെ റൗണ്ട് നെക്ക് വരച്ച് കൊടുത്തിട്ട് മുറിച്ചെടുക്കുക. അപ്പം ക്രോസ് പീസിന് വേണ്ടിയിട്ട് ഈ ബാക്കി വരുന്ന വേസ്റ്റ് പീസാണ് എടുക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് വീതി ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഈ പീസാണ് എടുക്കുന്നത്. പിന്നെ വാരി കളയാൻ വെച്ചിരുന്ന കുറച്ച് പീസുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് തിരക്കിയെടുത്ത് ലെവൽ ചെയ്തിട്ടുണ്ട്. ഈ പീസ് ഇങ്ങനെ ലെവൽ ചെയ്തെടുത്തിട്ട് നമ്മളത് തയ്ച്ച് ക്രോസ് പീസിന് വേണ്ടിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം കഴിവതും തുണികളൊന്നും മിസ്സാവാതെ ശ്രദ്ധിക്കുക. നമ്മൾ വീട്ടിൽ തന്നെ ഇരുന്ന് തയ്ക്കുന്നവരൊക്കെ ആകുമ്പോഴത്തേക്ക് പിള്ളേരെ കൊണ്ടോ തീർച്ചയായിട്ടും പോകും. അപ്പം നമ്മൾ ഈ തുണിയൊക്കെ നന്നായിട്ട് കെട്ടി അലമാരയിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊച്ചുങ്ങളെ കൈ എത്താത്ത ദൂരത്ത് മാറ്റി വയ്ക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതേപോലെ ലെവൽ ചെയ്തെടുത്തതിന് ശേഷം ഇതൊന്ന് കൊടുക്കുക. പതിച്ച് കൊടുക്കുന്നത് കുഞ്ഞ് പീസായതിനെ കൊണ്ട് പെട്ടെന്ന് തയ്യൽ വിട്ടുപോകാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പം അത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പതിച്ചെടുത്ത് കൊടുക്കുക. ഒരു 2-3-4 പീസ് കൂടി വേണ്ടി വരും. കാരണം നല്ല കുറച്ച് വീതി കിട്ടണ്ടേ. വീതിക്ക് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്യുന്നത്. ഇതേപോലെ നേരെ വെച്ചിട്ട് ഒന്ന് നല്ല വശം കൂടി ചേർത്ത് അടിച്ചിട്ട് ഇതേപോലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക. അപ്പം നമ്മുടെ കയ്യിൽ നിന്ന് തുണിയൊക്കെ മിസ്സാവുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള പീസ് വെച്ചിട്ട് ഇതേപോലെ കുഞ്ഞ് ആവശ്യങ്ങൾക്കുള്ള പീസുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ കളയാതിരിക്കുക. തയ്ച്ച് ഫുൾ ഫിനിഷ് ചെയ്തതിന് ശേഷം മാത്രം ബാക്കിയിരുന്ന വേസ്റ്റ് പീസുകൾ കളയുക കേട്ടോ. അങ്ങനെ നമ്മൾ കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഫാൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനോ ഇല്ലെങ്കിൽ എന്തെങ്കിലും റീഅറേഞ്ച് ചെയ്യാനോ ഒക്കെ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ തുണികളൊന്നും കളയാതിരിക്കുക, സൂക്ഷിച്ച് വയ്ക്കാൻ കൂടി ശ്രമിക്കുക കേട്ടോ. ഇതേപോലെ 1.5 ഇഞ്ച് ഗ്യാപ്പ് ഇട്ട് നീളത്തിൽ വരച്ചെടുത്ത് കത്രി കൊണ്ട് നമ്മളത് മുറിച്ച് ലെവൽ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് ജോയിൻറ്റ് ചെയ്തെടുക്കുക. ക്രോസ് പീസ് എങ്ങനെ ജോയിൻറ്റ് ചെയ്യണമെന്ന് അറിയാമല്ലോ. അതേപോലെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ നല്ല വശം കൂടി ചേർത്ത് വെച്ചിട്ട് ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുക. കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് ചെയ്തെടുക്കാനും കൂടി ശ്രമിക്കുക കേട്ടോ. അടുത്ത് നമ്മൾ നെക്കിൻ്റെ പീസ് എടുത്ത് വെച്ചിട്ടുണ്ട്. എടുത്ത് വെച്ചതിന് ശേഷം ഈ ക്രോസ് പീസ് ഇതായത് 2ആയിട്ട് ഇങ്ങനെ മടക്കി നെക്കിൻ്റെ അറ്റം വെച്ച് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേപോലെ ഒന്ന് അറ്റം വെച്ചൊന്ന് അടിച്ചെടുക്കുക. നെക്ക് പീസ് അടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വലിച്ച് പിടിക്കാതെ, അതായത് തുണി ഫ്രണ്ടിലും ബാക്കിലും വലിച്ച് പിടിക്കാതെ വേണം തയ്ച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെന്നുണ്ടെങ്കിൽ നെക്ക് വൈഡായി പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെക്ക് വലിച്ച് പിടിക്കാതെ ലെവൽ ചെയ്ത് പിടിച്ച് തയ്ച്ചെടുക്കാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇതേപോലെ നേരെ വെച്ച് തയ്ച്ചെടുത്തതിന് ശേഷം നമ്മളത് തിരിച്ച് ഒന്ന് പതിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ലെവൽ ചെയ്ത് നന്നായിട്ട് ശ്രദ്ധിച്ച് നെക്ക് അടിക്കുമ്പോൾ മാത്രം വളരെയധികം സൂക്ഷിച്ച് ശ്രദ്ധയോടെ ചെയ്യാനും കൂടി ശ്രമിക്കുക. കഴുത്തിൻ്റെ ഭാഗം മോശമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എത്ര തയ്ച്ചിട്ടും അത് നമുക്ക് ശരിയാക്കിയെടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇതേപോലെ അപ്പുറത്തോട്ട് വെച്ചിട്ട് ഇതൊന്ന് പതിച്ചെടുക്കുക. ബാക്ക് പീസ് നമ്മൾ ഇതേ കണക്ക് പതിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് നമുക്ക് മറിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഇത് കുഞ്ഞു കുഞ്ഞു പീസുകൾ മുറിച്ച് നമ്മൾ തിരിച്ചിടേണ്ട ആവശ്യമൊന്നും വരത്തില്ല. ഇത് പെട്ടെന്ന് ഇതേപോലെ ബാക്കി വരുന്ന നൂലുകളൊക്കെ വെട്ടിക്കളയാം. അത് കഴിഞ്ഞിട്ട് താഴത്തെ വശം ഇതേപോലെ 2ആയിട്ട് മടക്കി വെച്ചിട്ട് നമ്മുടെ ഫ്രില്ലുണ്ടല്ലോ അത് ഇതേപോലെ ഒന്ന് വെച്ച് നോക്കുക. അളവാണോ ലെവലാണോ എന്ന് നോക്കുക. ലെവലല്ലെന്നുണ്ടെങ്കിൽ നീളം കുറവാണെന്നുണ്ടെങ്കിൽ ഒരു 2 ഫ്രില്ല് നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തോട്ടൊന്ന് അയച്ച് വിട്ടതിന് ശേഷം ഇതേപോലെ ഒന്ന് വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്തെടുക്കുക. അഴിച്ച് വിട്ടതിന് ശേഷം ലെന്ത് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമ്മളത് ചുരുക്കിട്ട് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ കൂടി ചെയ്യാൻ കൂടി ശ്രമിക്കുക. അപ്പം നമ്മൾ ഈ ചെയ്യുന്നത് ഈ ഭാഗത്ത് ബാക്കിലത്തെ പാർട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ കേട്ടോ. കൂടുതൽ ലെന്തി ആയി കഴിഞ്ഞാലും കണ്ടിരിക്കാൻ മുഷിയും. അത് മാത്രമല്ല കുറച്ചായിട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബിഗിനേഴ്സായിട്ടുള്ളവർക്ക്, അതായത് പുതിയതായിട്ട് കാണുന്ന ആൾക്കാർക്ക്, തയ്യൽ പഠിക്കുന്നവർക്ക് എളുപ്പമായിരിക്കും. അത് 1 വട്ടം 2 വട്ടം ഒന്ന് കാണുമ്പോഴത്തേക്ക്
മനസ്സിലാവും. ആദ്യമേ കുറച്ച് കുറച്ച് ചെയ്ത് പഠിക്കുക. അതിന് ശേഷം നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അത് ഇതേപോലെ ഒന്ന് അടിച്ചെടുക്കുക അങ്ങ് അറ്റം വരെ. അപ്പോൾ എനിക്ക് കുറച്ച് നീളം കൂടുതലാണ്. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ചെറുതായിട്ടൊരു ഫ്രില്ലും കൂടി ഇട്ട് അത് ലെവൽ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഇത് നിവർത്തിയിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് പതിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് ഒന്നും കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. നമ്മൾ റെഡിമെയ്ഡ് അടിച്ചു കൊടുക്കുന്നതിനെ കൊണ്ട് ഒരൊറ്റ തയ്യലേ കാണത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്നും കൂടി പതിച്ചിട്ട് അടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തയ്യലാവും. അപ്പം നമ്മളൊരു ഫിനിഷിങ്ങിൽ ഇങ്ങനെ ചെയ്തെടുക്കുക. നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഇത് കണ്ടോ വന്നിട്ടുണ്ട്. ഇനി അടുത്ത ഫ്രണ്ട് പാർട്ട് നമ്മൾ അടുത്ത വീഡിയോയിലാണ് ചെയ്യുന്നത് കേട്ടോ. ഇതേപോലെ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കുക. അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം അടുത്ത വീഡിയോ അടുത്ത പാർട്ടിൽ കാണുക. ഇതേപോലെ നന്നായിട്ട് നമുക്ക് മടക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.